ഹായ് ഹലോ എല്ലാവർക്കും എന്നെ അറിയോ? ഇടയ്ക്കൊക്കെ ഞാൻ യൂട്യൂബിൽ നിങ്ങളെ മുന്നിലൊക്കെ വരാറുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് യോഗ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്, ഒരുപാട് ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് യോഗ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്ത് പോയി, വീടിൻ്റെ അടുത്തോ എവിടെയെങ്കിലും പോയി യോഗ ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് നാളെ ആകട്ടെ എന്നാണ്. അല്ലെങ്കിൽ ഇന്ന് ഇന്ന് 5-ാം തീയതി ആയില്ലേ, അല്ലെങ്കിൽ 10-ാം തീയതി ഈ മാസം ആയില്ലേ, ഇനി അടുത്ത് മാസം ആവട്ടെ, 1-ാം തീയതി ആവട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറയുന്നത്, നാളെ എന്നൊരു നല്ലൊരു ദിവസം ഇല്ല. നമ്മൾ തീരുമാനിക്കുന്നതാണ് നല്ല ദിവസം. ഇന്നാണ് ആ നല്ല ദിവസം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്യാത്ത, ഇന്ന് യോഗ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇന്ന് ഞാൻ ജോയിൻ ചെയ്യാത്ത ഒരു വ്യക്തി ഇനി 10 വർഷം കഴിഞ്ഞാലും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. നാളത്തേക്ക് നമ്മൾ ഒരിക്കലും മാറ്റി വയ്ക്കാൻ പാടില്ല. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ ഒരു ദിവസമില്ല, ഇന്നത്തെ ദിവസം, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിലാണ് കാര്യം. ഇന്നലത്തെ ദിവസം കഴിഞ്ഞു പോയി. ഇന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്, ഇന്ന് 10-ാം തീയതി ഫീസ് അടയ്ക്കുവാണെങ്കിൽ അടുത്ത മാസം 10-ാം തീയതി അടച്ചാൽ മതി. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവർക്കും പറ്റുന്ന എല്ലാവരും ഓൺലൈൻ യോഗ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിത് പറയാൻ കാരണമെന്ന് പറയുന്നത്, എല്ലാ ആൾക്കാരുടെയും 1-ാം തീയതി ആവട്ടെ, ജിമ്മിൽ പോകുന്നവരായാലും എന്ത് കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായാലും പറയുന്ന ഒരു ആൻസറാണ് എന്ത്, 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസമാവട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷമാവട്ടെ, അല്ലെങ്കിൽ നാളെ ആകട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈഫിൽ ഒരിക്കലും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ദിവസം, ഈ സമയം വിലപ്പെട്ടതാണ്. ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ച് സമയം യോഗ ചെയ്യുമ്പോൾ നമുക്കൊരു താല്പര്യം തോന്നും. നാളെ തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ക്ലാസ്സിൽ പൊക്കോണ്ടിരിക്കും. ഈ മാസം 10-ാം തീയതിയായി ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു 10-ാം തീയതി കഴിഞ്ഞ് ഈ ഒരു മാസം ഫുള്ളാകുമ്പോൾ നമ്മൾ യോഗയെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അടുത്ത മാസം 1-ാം തീയതി തൊട്ട് അടിപൊളിയായിട്ട് യോഗ ചെയ്യാൻ പറ്റും. അപ്പം നാളെ ഒരു ദിവസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം എന്ത് ചെയ്യുക, എല്ലാവരും അങ്ങനെ നമ്മൾ മാക്സിമം, യോഗ മാത്രമല്ല നമ്മുടെ ലൈഫിലെ കാര്യങ്ങളായാലും അങ്ങനെ തന്നെ നാളത്തേക്ക് മാക്സിമം മാറ്റി വയ്ക്കാതെ ഇന്നത്തെ ദിവസം, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ചിന്തിച്ച് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.